ആദ്യം ഗൂഗിളിൽ KSBCDC.com എന്ന് സെർച്ച് ചെയ്യാം. സെർച്ച് ചെയ്ത് വരുന്ന വിൻഡോക്കകത്ത് ആദ്യം കാണുന്ന പിന്നോക്ക വികസന കോർപ്പറേഷൻ്റെ KSBCDCയുടെ വെബ്സൈറ്റ് ക്ലിക്ക് ചെയ്യുക. വെബ്സൈറ്റിനകത്ത് ഏറ്റവും മുകളിൽ മഞ്ഞ ഇതിൽ വരുന്ന ലോൺ റീപേയ്മെൻറ്റ് SP കളക്ഷൻ ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം പേ ഓൺലൈൻ, ആദ്യം കാണുന്ന പേ ഓൺലൈൻ ക്ലിക്ക് ചെയ്യുക. തുടർന്ന് നമ്മൾ ആദ്യം ലോൺ നമ്പർ, കോർപ്പറേഷൻ അനുവദിച്ച പാസ്ബുക്കിൽ നമ്മുടെ ലോൺ നമ്പർ എൻ്റർ ചെയ്യുക. എൻ്റർ ചെയ്തതിന് ശേഷം ഫെച്ച് പേയ്മെൻറ്റ് ഡീറ്റെയിൽസ് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമ്മുടെ ലോൺ നമ്പറും ബാക്കി ഡീറ്റെയിൽസും വരും. അത് നമ്മളൊന്ന് ചെക്ക് ചെയ്ത് ഉറപ്പ് വരുത്തുക നമ്മളത് തന്നെയാണോ ഉള്ളത്. അതിനുശേഷം ആദ്യം കാണുന്ന കോളത്തിനകത്ത് ലോൺ റീപേയ്മെൻറ്റ് എമൗണ്ട് എന്നുള്ളത് നമ്മൾ അടക്കുന്ന എമൗണ്ട് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം റെസിപ്റ്റിന് വേണ്ടി നമ്മുടെ പേര് ആദ്യം ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ഡേറ്റ് ഓഫ് ബർത്ത്, അതിനുശേഷം മൊബൈൽ നമ്പർ, അതിനുശേഷം ഇമെയിൽ ID. ഈ 4 കാര്യങ്ങളും നിർബന്ധമായിട്ട് കൊടുക്കണം. ഇമെയിൽ ID കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ഇമെയിൽ IDയിലേക്ക് പേയ്മെൻറ്റ് സക്സസ് ആയതിനു ശേഷം ഒരു PDF ആയിട്ട് ഡീറ്റെയിൽസ് കിട്ടുന്നതാണ്. അതിനുശേഷം ചെക്ക് ബോക്സ് ടിക്ക് ചെയ്യുക. ശേഷം താഴെ കാണുന്ന ക്യാപ്ഷൻ കൂടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ഏറ്റവും താഴെയുള്ള 3 ഓപ്ഷനിൽ നെക്സ്റ്റ് എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. തുടർന്ന് നമ്മൾ അടിച്ച ഡീറ്റെയിൽസ് ഒന്നും കൂടി ഉറപ്പ് വരുത്തുക. അടച്ച കൃത്യമാണെന്നും എമൗണ്ട് കൃത്യമാണെന്ന് ഉറപ്പ് വരുത്തിയിട്ട് നെക്സ്റ്റ് എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. തുടർന്ന് വരുന്ന വിൻഡോക്കകത്ത് പല രീതിയിലുള്ള പേയ്മെൻറ്റ് ഓപ്ഷൻ ഉണ്ട്. ആദ്യം കാണുന്ന നെറ്റ് ബാങ്കിങ്, രണ്ടാമത് കാർഡ് പേയ്മെൻറ്റ്, അതിനകത്ത് ഡെബിറ്റ് കാർഡ്, എല്ലാ കാർഡും ഉണ്ട്. കൂടാതെ മൂന്നാമത്തതിനകത്ത് UPI എന്നുള്ള ഓപ്ഷൻ ഉണ്ട്. ഇതിലേറ്റവും സേഫായിട്ട് ചെയ്യാൻ പറ്റുന്നത് ഡെബിറ്റ് കാർഡ് എന്നുള്ള ഓപ്ഷനാണ്. അപ്പോൾ ഡെബിറ്റ് കാർഡ് വെച്ച് ചെയ്യുന്നുണ്ടെങ്കിൽ ഡെബിറ്റ് കാർഡിനകത്ത് ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം നമ്മൾ ആദ്യം നമ്മുടെ കാർഡ് നമ്പർ അതിനകത്ത് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. തുടർന്ന് എക്സ്പയറി ഡേറ്റ്, പിന്നെ കാർഡ് ഹോൾഡർ നെയിം, കാർഡ് പേരിലാണോ ബാങ്ക് അക്കൗണ്ടിൽ അവരുടെ പേര്, പിന്നെ CVV, അതിനുശേഷം ക്യാപ്ഷൻ കൂടി ടൈപ്പ് ചെയ്ത് കൊടുക്കുക. തുടർന്ന് പേ കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ മൊബൈലിലേക്ക് OTP വരും. OTP ഇതിനകത്ത് കൊടുത്ത് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ റെസിപ്റ്റ് നമുക്ക് ജനറേറ്റ് ചെയ്ത് കിട്ടും. പേയ്മെൻറ്റ് ചെയ്തതിന് ശേഷം